നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ പുല്ലുവിള ദളിത് കോളനി ഏറ്റെടുക്കുമെന്ന് നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ചെങ്കൽ എസ് രാജശേഖരൻ നായർ. കോളനി നിവാസികൾക്ക് അർഹതപ്പെട്ട കേന്ദ്ര ആനുകൂല്യങ്ങൾ പോലും എത്തിക്കുന്നതിൽ നിലവിലെ ജനപ്രതിനിധികൾ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശ്രീ ചെങ്കൽ എസ് രാജശേഖരൻ നായരാണ് നമ്മോടൊപ്പമുള്ളത്. പുല്ലുവിള ഹരിജൻ കോളനി, അതിൻ്റെ ദുരിതം കഴിഞ്ഞ ദിവസം നമ്മുടെ ജനം TV യിലൂടെ കാണിച്ചിരുന്നു. അത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അങ്ങ് സന്ദർശിച്ചാണല്ലോ പുല്ലുവിള ഹരിജൻ കോളനി. അപ്പോൾ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ. എന്താണ് അങ്ങ് ആ ജനതയ്ക്ക് കൊടുക്കാൻ പോകുന്നൊരു വാക്ക്? ആക്ച്വലി കാരോട് പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഞാൻ പോയി കണ്ട കോളനിയാണ്. അവിടുത്തെ മെമ്പർ എന്ന് പറയുന്നത് എൻ്റെ സ്കൂളിലെ ടീച്ചറാണ്, സായികൃഷ്ണ സ്കൂളിലെ ടീച്ചറാണ്. അവർ പറഞ്ഞു, സാർ ഞാനൊരു വില്ലേജ് കാണിക്കാം, ആ കോളനി കാണിക്കാം, അതിൻ്റെ അവസ്ഥ കണ്ട് നമ്മളൊരു ദുരവസ്ഥയെന്ന് കേട്ടിട്ടുണ്ട്. മറ്റേ ദാരിദ്ര്യം, അതിദാരിദ്ര്യം എന്നൊക്കെ കേട്ടു. അതിൽ നിന്നും അധികം ദാരിദ്ര്യം എന്നുള്ള സിസ്റ്റമാണ് ഉള്ളത്തോളം. 75 കുടുംബങ്ങളെ താമസിക്കും. ഒരു 5 സെൻറ്റ് എന്തോ പതിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സിസ്റ്റമായിട്ടൊരു വീട് വയ്ക്കാനോ, ഹോളോ ബ്രിക്സ് കെട്ടി കുറച്ച് അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ സിമെൻറ്റ് ഷീറ്റ് ഇട്ട് പട്ടിയും മനുഷ്യനൊക്കെ ഒന്നിച്ചാണ് കിടക്കുന്നത്. അതിനകത്ത് ഇലക്ട്രിസിറ്റി ഇല്ല. കുറച്ച് വെള്ളത്തിൻ്റെ ഇതുണ്ട്. ആ വെള്ളം എങ്ങനെയുള്ളതെന്ന് അറിയില്ല. അവിടുത്തെ മാക്സിമം വീടുകളിലും വിധവകളാണ്. ആളുകളൊക്കെ മരിച്ചുപോയി. ആ കുട്ടികളിൽ ചിലരെല്ലാം സംസാരിക്കാനില്ല. ഒരുപാട് പേര് സംസാരിക്കാത്തവരുണ്ട്, ഒരിക്കൽ കാത് കേൾക്കാത്തവരുണ്ട്. എല്ലാം മൊത്തമായിട്ടൊരു ഭയങ്കരമായിട്ടൊരു മൂകത എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ കേരളത്തിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടോ, ഇങ്ങനെ മലയാളികൾ കഷ്ടപ്പെടുന്നത് കാണാൻ പോകുന്ന രാഷ്ട്രീയക്കാരുണ്ടോ, വലിയ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പലരോടും ഇന്ന് കേട്ടു, പലരോടും ഒരുപാട് ആഗ്രഹങ്ങളാണ്. അവർക്ക് ചെറിയ കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനുശേഷം അവർക്കൊന്ന് അനുകൂലം സിസ്റ്റമാറ്റിക് ഒരു റോഡ്, സിസ്റ്റമാറ്റിക് ഒരു കോമ്പൗണ്ട് ഓടിയുള്ള വീട്, അത് ഇരിക്കുന്ന വീടുകളൊന്നും ഇനി റിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അതെല്ലാം പൊളിച്ചിട്ട് പുതിയതായിട്ട് ചെയ്യേണ്ടതാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണ്. അവരുടെ അതിലേക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, സെൻട്രലിൻ്റെ സ്റ്റേറ്റിൻ്റെ ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടും അറിയില്ല. ഞാൻ പിന്നീട് കേൾക്കുമ്പോൾ പറഞ്ഞു, ഇവർ ഇലക്ഷൻ്റെ തലേ ദിവസം ഈ ഭരിച്ചിരുന്നതായിട്ടുള്ള 2 പാർട്ടികളും രാത്രി അവർ ചെറിയ കുറഞ്ഞ വിസ്കി റമ്മോ എന്തൊക്കെ കൊണ്ടുവന്ന് കോളനിയിൽ അങ്ങ് കൊടുക്കും. അവർ ലീഡറും വെച്ച് ഇവർ കഴിച്ചതിന് കാലത്തെ കൊണ്ടുവന്ന് ഒരു വോട്ട് ചെയ്യിപ്പിക്കും. ഇതിനപ്പുറം അവർ തിരിഞ്ഞു നോക്കിയാൽ ഇത് യാഥാർത്ഥ്യമാണ്. ഇത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി ഉറങ്ങിയില്ല. ഇത്രയും കഷ്ടപ്പാട്, ജനങ്ങളുടെ ആൾക്കാരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും സന്തോഷിക്കാനായിട്ട് തോന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ആ കോളനി. ആ കോളനിയെ ഞാൻ അഡോപ്റ്റ് ചെയ്യാം, ഞാൻ ഏറ്റെടുക്കാം, ഞാൻ MLA ആയിട്ട് വന്നാൽ ഇന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. ഭയങ്കര സന്തോഷമാണ്. അത് ഞാൻ എടുക്കുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ഇതിൻ്റെ അവസ്ഥ ഇപ്പോഴും വച്ചിരിക്കുക. അതിന് ശേഷം അതെങ്ങനെ മാറ്റം ചെയ്യുമെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പലരും, ഞാൻ ഈ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ പോയപ്പോൾ പലരും പറയുന്നത്, ചെങ്കൽ എസ് രാജശേഖരൻ നായർ NDA സ്ഥാനാർത്ഥി പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്, ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ചിലർ വിമർശനമായിട്ട് പറയുന്നു, ചിലർ നല്ലതായിട്ട് പറയുന്നു. ചെറിയ ചെറിയ കാര്യം, കുളം നവീകരിക്കും, അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യും, അല്ലെങ്കിൽ സ്കൂള്. പക്ഷേ മറ്റു ചിലർ പറയുന്നത് അമേരിക്കയെ പോലെ വികസിപ്പിക്കുമെന്നാണ്. അങ്ങ് ഒരു പച്ചയായ മനുഷ്യൻ ആയതുകൊണ്ടാണോ ഈ ജനങ്ങളോട് ഇത്രയും സിമ്പിളായിട്ട് സംവദിക്കുന്നത്? എനിക്ക് കള്ളം പറയാനും പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാൻ എനിക്കറിയില്ല. ജനങ്ങൾക്ക് എന്ത് വേണം, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം, 17 വയസ്സ് വരെ ചെരുപ്പില്ലാതെയൊക്കെ നടന്ന് കളിച്ച സ്ഥലമാണ്. ആ നാട്ടിൽ വേറെ ലോകം മൊത്തം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ നാടുമായിട്ട് അത് താരതമ്യപ്പെടുത്തുമ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യാൻ, എന്താണ് നാട്ടുകളുടെ ആവശ്യം എന്നുള്ള ഞാൻ പഠിച്ചതാണ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും എനിക്കറിയാം. ഞാനൊരു കോളത്തെ ഉദയസമുദ്രം തുടങ്ങുമ്പോൾ അവിടെ തൊണ്ടഴിക്കുന്ന സ്ഥലമായിരുന്നു. ആ വേസ്റ്റ് സ്ഥലം ആരും എടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞാനത് എടുത്തിട്ട് ആ വേസ്റ്റൊക്കെ മാറ്റി മണ്ണ് ഫില്ല് ചെയ്താണ് ഇന്ന് വേൾഡ് അവാർഡ് കിട്ടി ഞാൻ ഹോട്ടലുണ്ടാക്കിയെന്നുള്ളത്. ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്. അതേപോലെയാണ് അടഞ്ഞു കിടന്ന, സമരം ചെയ്ത് 10 വർഷം അടഞ്ഞു കിടന്ന ഒരു ഫാക്ടറിയാണ് കവടിയാർ കൺവെൻഷൻ സെൻറ്റർ എടുക്കുക. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്ത് സോൾവ് ചെയ്ത് അതിന് ശേഷം നമ്മളവിടെ ചെയ്തു. നല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അടഞ്ഞു കിടക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുണ്ട്. ഇപ്പോൾ വേസ്റ്റ് ചങ്ങമ്പ ക്ഷേത്രത്തിനൊക്കെ പറഞ്ഞാൽ 10 വർഷം അവിടുത്തെ MLA ആയിട്ട് മത്സരിച്ച ഒരാജെ പോലും ഞാൻ ക്ഷേത്രം ഉള്ളതേ അറിയില്ല. ആ സ്ഥിതിയിൽ കിടന്നാണ്. ഇന്ന് അവിടെ പോയി ആ ക്ഷേത്രമേ കാണുള്ളൂ. അതെല്ലാം കാണും. അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള എല്ലാത്തിനും സൊല്യൂഷൻ. ഇപ്പം മതസൗഹാർദ്ദം എന്ന് പറയുന്ന പാളയം ഇല്ലായിരുന്നു ഗണപതിക്ഷേത്രം. ഇപ്പം പോയാൽ എന്താണെന്നുള്ള ചെറിയ 9 സെൻറ്റിൽ എന്തൊക്കെ വേണമെന്നുള്ള നമുക്ക് ചെയ്തു. ഞാൻ സ്വയം ചെയ്താണ്.
ഇപ്പം എവിടെ പോയാലും ഇപ്പം ഗണപതി മാത്രമേ അവിടെ കാണുള്ളൂ. ഇതേപോലെ ആ വില്ലേജിലും അതേപോലെ നമുക്ക് ചെയ്ത് ഒരു ഐശ്വര്യമുള്ള ഒരു വില്ലേജായിട്ട് ചിരിക്കണം. അവർ ഈ നാട്ടിൽ ജനിച്ചതാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്, അവർക്ക് ആനുകൂല്യങ്ങളുള്ളതാണ്. അത് അവരിൽ എത്തിക്കണം, അവരൊക്കെ ജീവിക്കണം, അവരുടെ ജീവിതം ധന്യമാക്കണം. അത് നമ്മളേക്ക് കടമയാണ്. അല്ലാതെ ആരെങ്കിലുമൊക്കെ ജീവിതം ഇല്ലാതാക്കിയിട്ട് സ്വയം ജീവിക്കുക, അത് നമ്മൾ പഠിച്ചിട്ടില്ല. അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അനാവശ്യമായ വാഗ്ദാനങ്ങളില്ല, ഉട്ടോപ്യൻ രീതിയിലുള്ള വികസനം ചെയ്യുമെന്നുള്ള വാക്കുകളില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്യും, ഈ നെയ്യാറ്റിൻകരയിലെ ജനങ്ങളോട് ഒപ്പം ഞാൻ ഉണ്ടാകും. ഹൃദയത്തിൽ കരുണയും വാക്കുകളിൽ സത്യവുമുള്ള ഒരു മനുഷ്യനാണ് പറയുന്നത്. ഇനി നെയ്യാറ്റിൻകരക്കാർക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. നെയ്യാറ്റിൻകരയിൽ നിന്നും സ്ഥാനാർത്ഥിയോടൊപ്പം രഞ്ജിത്ത് അമ്പാടി, ജനം. നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥി ചെങ്കൽ എസ് രാജശേഖരൻ നായരുടെ പ്രതികരണമാണ് കണ്ടത്.